أنا أدعوك يا ربي وعمر بالتقى قلبي وزد في قلبي إيماني وعلي في المرشاني. طلابي الأعزاء، السلام عليكم ورحمة الله وبركاته. أرحب بكم جميعا إلى دراستي للصف الثامن لمدرسة ثانوية بشكالكت. كيف حالكم؟ طيبون وطيبات بخير الحمد لله. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. വഅരിഫു അന്നന ജമീഅൻ ഫി ഹാലിൻ ഖതീരിൻ ബിസബബി ഫൈറൂസ് കോവിഡ്-19. നമ്മളെല്ലാവരും ഇപ്പോൾ കോവിഡ്-19 എന്നൊരു കുഞ്ഞൻ വൈറസിൻ്റെ ആക്രമണത്തിൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യജിബു അലൈന അൽ ആൻ അൻ റിആയത്തി അൻഫുസിന. നമ്മളിപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ്. അവലൻ അലൈന അൻ നാസില ഐദീന, നമ്മുടെ കൈകൾ കഴുകണം. വസാനി അൻ നതബഅദ അനിൽ ആഹരീൻ, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ കുറച്ചൊക്കെ ഒന്ന് അകലം പാലിക്കേണ്ട സമയമാണ്. അടുത്തത് അൻ യജിബു അലൈന അൻ നദുഅല്ലാഹ തആല, നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം, ധാരാളമായി പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദുആഉ ശൈഉൻ മുഹിമ്മുൻ ലിതഖല്ലുസി മിനൽ മുഷ്കിലാത്തി വൽ മുആനാത്ത്, എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും അതേപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. നമ്മൾ എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? അതെ, നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ നല്ല കാര്യങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തും നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഈ കാലം. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ പാഠഭാഗങ്ങൾ തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഏത് വിഷയമായിക്കോട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പാഠഭാഗങ്ങൾ തുടങ്ങേണ്ടത്. വനബ്ദഉ ദുറൂസന ബിദ്ദുആ. തുല്ലാബിയൽ അഈസാ, അൽ ആൻ നസ്മഅ വനതമത്ത നശീദതൻ ദുആയിയതൻ ഫി കിതാബിക്കും അൻഷദഹാ സുദീഖി റസീൻ സിദ്ദീഖ് വഉൻദുറു ഇലാ സുതൂരി അല ശാശതി വൻതബിഹു. أنا أدعوك يا ربي وعمر بالتقى قلبي وزد في قلبي إيماني وعلي في المرشاني ونور بالهدى دربي. أنا أدعوك في السر فيسر في الدنا أمري وتحميني وترعاني على يا عالي الشان وعالم كل ما يجري إلهي عالم العيب إلهي غافر الذنب. أنا أدعوك ندمانا وأرجو منك إحسانا إليه أنت لي حسبي. أنا أدعوك يا ربي وعمر بالتقى قلبي. هل سمعتم هذه النشيدة؟ نعم. അൽ തുഹിബ്ബൂന ഹാദിഹി നശീദ, ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ആരിഫു അന്നക്കും ജമീഅൻ തുഹിബ്ബൂന ലി ഇൻഷാദി ഹാദിഹി നശീദ ബി അൽഹാനിൻ മുഖ്തലിഫ. ഈ പദ്യം നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ പാടാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ പദ്യം
വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാടിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളെ 8ാം ക്ലാസ്സിൽ ആരാണ് അധ്യാപകർ എന്ന് വെച്ചാൽ അവർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ 7ാമത്തെ പേജ് എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മുടെ പഠിക്കാനുള്ള ആദ്യത്തെ യൂണിറ്റ് കാണാവുന്നതാണ്. എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര്? വത്വനി അജ്മൽ. വത്വനി അജ്മൽ, എൻ്റെ രാജ്യം. വത്വനി, എൻ്റെ രാജ്യം അല്ലെങ്കിൽ എൻ്റെ നാട്. അജ്മൽ, ഏറ്റവും മനോഹരമാണ്. വത്വനി അജ്മൽ. ഹാദിഹി അൽ വഹദത്തുൽ ഊല, ആദ്യത്തെ യൂണിറ്റാണ് വത്വനി അജ്മൽ. ഫി ഹാദിഹിൽ വഹദ അർബഅത ഫുസൂലിൻ. ഈ യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ 1ാമത്തെ ചാപ്റ്റർ ലിമാദ അൻത സ്വാമിത്. ഹാദിഹി ഖിസ്സ ഖസീറ, ഇതൊരു ചെറിയ കഥയാണ്. വസാനി അന അജ്മൽ വ അൻത അഹ്സൻ, ഇതൊരു ഹിക്കായയാണ്. വസാലിസ് റൂഹുൽ ബിലാദി ഫിൽ ഖറിയ. 3ാമത്തേത് റൂഹുൽ ബിലാദി ഫിൽ ഖറിയ, അതൊരു ഖിസ്സ മുസവ്വറയാണ്. ഖിസ്സത്തൻ മുസവ്വറ, അതായത് ഒരു ചിത്രകഥയാണ്. 4ാമത്തേത് അലാ തഅതി ഹാദാ മൻദൂമുൻ, ഇതൊരു കവിതയാണ്. ഹാദാ യക്ഫി ലിൽ യൗം, ഇന്നത്തേക്ക് ഇത്ര മാത്രം മതി. വലാ തൻസൗ ഇൻഷാദ അൻ-നശീദത്തി ദുആഇയ വ ഇർസാലഹാ ഇലാ മുദരിസിക്കും ലിൽലുഗത്തിൽ അറബിയ. വ അഖ്തതിമു കലാമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.